അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേഹം എന്ന പ്രയാസം, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളും അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഉമ്മ ഒരുപാട് കാലം പ്രമേഹ രോഗിയായി കഷ്ടപ്പെട്ട് ഒരുപാട് കാലം മരുന്ന് കഴിച്ചവരാണ്. ആ സമയത്തൊന്നും നമ്മൾ അക്യുപഞ്ചർ ചികിത്സകരല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മാക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും അതോടൊപ്പം ഈ ഒരു ചികിത്സയുമായി വന്നപ്പോൾ പ്രമേഹ രോഗികൾക്ക് വല്ല ഗുണവുമുണ്ടോ, മരുന്നില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി. അക്യുപഞ്ചറിലൂടെ മരുന്നില്ലാതെ സുഖമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. എനിക്ക് 2 പേഷ്യൻ്റ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് തലശ്ശേരിയാണ്, അവരെ മകൻ ഡോക്ടറാണ്, അവർക്ക് പ്രമേഹമുണ്ട്. അതേപോലെ തന്നെ വടകര ഒരു പേഷ്യൻ്റുണ്ട്, അവരുടെ മകൾ ഖത്തറിൽ വർക്ക് ചെയ്യാണ്. അവരെ ഉമ്മ എൻ്റെ ചികിത്സയ്ക്ക് സ്വീകരിക്കാൻ വരാറുണ്ട്, അവരും പ്രമേഹ രോഗിയാണ്. ഇന്ന് അവർ മരുന്നൊന്നും കഴിക്കാതെ 1 വർഷത്തിൻ്റെ മുകളിലായി നമ്മളെ ഒരു ജീവിതശൈലിയും അക്യുപഞ്ചർ ചികിത്സയും മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സുഗമമായി ഒരു മരുന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു. പ്രമേഹം എന്നതിനെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഇത് ഒരു പഴയ വ്യാധി തന്നെയാണ്. രോഗമല്ല എന്നല്ല പറയുന്നത്. പ്രമേഹം എന്നുള്ളത് അമിതമായി വരുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് ശരീരം ഒഴിവാക്കുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന പ്രയാസമാണ് ശരിക്കും പ്രമേഹം എന്ന് പറയുന്നത്. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ അക്യുപഞ്ചറിലുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ചികിത്സയുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഇതിന് അളവുകോലുകളുടെ ആവശ്യമേ ഇല്ല. നാം പ്രമേഹത്തെ നിത്യം അളക്കുകയാണെങ്കിൽ അതിൽ എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവാം. തലേന്ന് ഒരുപാട് മധുരവും ആഹാരവും കഴിച്ച് കഴിഞ്ഞ് പിറ്റേന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചതായി കാണാം. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഷുഗറിനെ നമ്മളെ ആഹാരവുമായി നല്ല ഒരു ബന്ധമുണ്ട്, അല്ലേ? ശരിക്കും അക്യുപഞ്ചർ നിയമപ്രകാരം വിശപ്പുള്ള സമയത്ത് മാത്രം ആഹാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം എന്ന പ്രയാസമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ നാം സമയം നോക്കി, ക്ലോക്ക് നോക്കി നിരന്തരം കഴിക്കുന്നു, അല്ലേ? ഇപ്പോൾ ഉച്ചയായി, 1 മണിയായി, നല്ല വറുത്ത മീനിൻ്റെ മണം, ഇതൊക്കെ ആസ്വദിച്ചാണ് നാം ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ സമയം നോക്കിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ വിശപ്പറിഞ്ഞ് ആ ക്ലോക്ക് അവിടുന്ന് പറിച്ചെടുത്ത് ഇവിടെ ഫിക്സ് ചെയ്യൂ. അപ്പോൾ വിശപ്പറിഞ്ഞ് ശരീരത്തിൻ്റെ സമ്മതം ചോദിച്ചുകൊണ്ട് നുണ വരുന്ന രീതിയിൽ, വായിൽ വെള്ളം ഊറുന്ന രീതിയിൽ നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാകും. സമയം നോക്കി കഴിക്കുന്നവരവസ്ഥയോ, അവർക്ക് തീരെ രുചി ഉണ്ടാവില്ല. മാത്രമല്ല വലിയ പ്രയാസമായിരിക്കും. രോഗികൾക്ക് ദഹന പ്രക്രിയ പൊതുവെ വളരെ കുറവായിരിക്കും. ഈ രീതിയിൽ നാം കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തരുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കൃത്യമായി പ്രമേഹം എന്ന പ്രയാസം കൊണ്ടുണ്ടാകുന്ന ഒരു അസ്വസ്ഥതകളും നമുക്കില്ലാതെ, ഒരു മരുന്ന് പോലും ഇല്ലാതെ ജീവിക്കാൻ കഴിയും. പ്രമേഹ രോഗികൾ മരുന്ന് നിർത്തിയാൽ പ്രമേഹം അധികമായി, ശരീരത്തിലെ ഗ്ലൂക്കോസ് അധികമായി കണ്ണ് കാണാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. എന്നാൽ പ്രമേഹത്തിന് കഴിക്കുന്ന പല മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കണ്ണിന് വലിയ പ്രയാസമുണ്ടാക്കുന്ന പല മരുന്നുകളും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് അക്യുപഞ്ചറിസ്റ്റ് അല്ല എഴുതുന്നത്, നമ്മൾ എഴുതുന്നേ ഇല്ല. ആ കമ്പനി, മരുന്ന് നിർമ്മിച്ച കമ്പനി തന്നെയാണ് എഴുതി വെക്കുന്നത്. അങ്ങനെ നാം നിരീക്ഷിക്കേണ്ടതില്ലേ? കണ്ണുമടച്ച് അന്ധവിശ്വാസിയെ പോലെ നിരന്തരം മരുന്ന് കഴിച്ച് മരണം വരെ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ഈ വ്യാധി എപ്പോഴും മാറും? മരണത്തോടു കൂടിയാണ് എൻ്റെ ഉമ്മാക്ക് മാറിയത്. ഇതുപോലെയുള്ള ഒരു ഉമ്മമാരും കേരളത്തിൽ സൃഷ്ടിക്കരുത്. ഈ ഒരു ചികിത്സയെ കൃത്യമായി അറിയുക. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു വെളിച്ചമുണ്ടാവുകയും ഈ വെളിച്ചത്തിലൂടെ നാം ഈ ഒരു ചികിത്സയെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് കുറഞ്ഞ കാലം അക്യുപഞ്ചർ ചികിത്സ ചെയ്ത് പിന്നെ ചികിത്സ പോലും ഇല്ലാതെ നാം പറയുന്ന ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രയാസവുമില്ലാതെ, ഒരു മരുന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ടു ഓൾ.